ശബരിമലയിലെ സ്വർണ്ണപ്പാളി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ കേരള രാഷ്ട്രീയത്തിലും പൊതുസമൂഹത്തിലും വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ആരോപണ വിധേയനായ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിൽ സംഘടിപ്പിച്ച ഒരു ചടങ്ങിൽ പങ്കെടുത്തതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് നടൻ ജയറാം നൽകിയ പ്രതികരണം ഇപ്പോൾ ശ്രദ്ധേയമാകുന്നു. സ്വന്തം വീട്ടിൽ വെച്ചല്ല പൂജ നടത്തിയതെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ക്ഷണം സ്വീകരിച്ച് ചടങ്ങിൽ പങ്കെടുത്തതാണെന്നും ജയറാം വ്യക്തമാക്കി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ശബരിമലയിൽ വെച്ച് കണ്ടിട്ടുള്ള പരിചയം മാത്രമാണ് ഉള്ളതെന്നും അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ തനിക്കറിയില്ലെന്നും ജയറാം പറഞ്ഞു. വിവാദത്തിന് വഴിവെച്ച ചെന്നൈയിലെ ചടങ്ങ് 2019 നടന്നതാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ശബരിമലയിലെ ശ്രീകോവിലിന്റെ വാതിൽ കട്ടില എന്നൊക്കെ പറഞ്ഞാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. അമ്പത്തൂരിലെ ഒരു ഫാക്ടറിയിലായിരുന്നു ഈ ചടങ്ങും. ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചതനുസരിച്ച് താൻ പോയതാണെന്നും അതൊരു മഹാഭാഗ്യമായിട്ടാണ് താൻ അന്ന് കരുതിയതെന്നും ജയറാം വ്യക്തമാക്കി. ചടങ്ങിന് പ്രമുഖ ഭക്തിഗായകൻ വീരമണിയെ ക്ഷണിച്ചത് താനാണെന്നും ജയറാം സമ്മതിച്ചു. എന്നാൽ ചടങ്ങുമായി ബന്ധപ്പെട്ട പണപ്പിരിവുകളെ കുറിച്ചോ മറ്റ് സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചോ തനിക്ക് അറിവില്ലെന്നും അത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും ജയറാം കൂട്ടിച്ചേർത്തു. ജയറാമിനെ കൂടാതെ നിരവധി പ്രമുഖ വ്യക്തികൾ ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ശബരിമലയിലെ സ്വർണ്ണപ്പാളി നിർമ്മാണത്തിന് പണം നൽകിയ സ്പോൺസർമാരിൽ ഒരാളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഈ വിവാദങ്ങൾക്ക് പിന്നിലെ അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. തലസ്ഥാന നഗരിയിൽ മാത്രം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കോടികളുടെ ഇടപാടുകളുണ്ടെന്നാണ് പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തൽ. ബ്ലേഡ് പലിശയ്ക്ക് പണം നൽകി നിരവധി സ്ഥലങ്ങളിൽ ഭൂമി സ്വന്തം പേരിലാക്കിയെന്ന ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം നടന്നത്. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ മാത്രം 30 കോടിയിലധികം രൂപയുടെ ഭൂമി ഇടപാടുകൾ നടന്നതിന്റെ രേഖകൾ രഹസ്യാന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ഇടപാടുകൾക്ക് തലസ്ഥാനത്തുള്ള ഒരു മുൻ ദേവസ്വം കരാറുകാരനാണ് ഇടനിലക്കാരനായി പ്രവർത്തിച്ചതെന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വന്തം പേരിലും ഭാര്യയുടെ പേരിലും അമ്മയുടെ പേരിലുമാണ് ഈ ഭൂമി ഇടപാടുകൾ നടത്തിയതെന്നാണ് അന്വേഷണ സംഘത്തിലെ കണ്ടെത്തലുകൾ. ഈ അന്വേഷണം കൂടുതൽ പേരിലേക്ക് വ്യാപിക്കുമോ എന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച പുതിയ വിവരങ്ങളാണ് ഈ വിവാദങ്ങൾക്ക് കൂടുതൽ മാനം നൽകുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബിസിനസ് താൽപര്യങ്ങൾ, അദ്ദേഹം പലയിടത്തും നടത്തിയ നിക്ഷേപങ്ങൾ, മറ്റ് സാമ്പത്തിക സ്രോതസ്സുകൾ എന്നിവയെക്കുറിച്ചും രഹസ്യാന്വേഷണ വിഭാഗം വിശദമായ പരിശോധന നടത്തുന്നുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കേരളത്തിൽ അന്നും ഇന്നും സജീവമായ ചർച്ചാ വിഷയങ്ങളിൽ ഒന്നാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള വ്യക്തികൾ ദേവസ്വം ബോർഡുമായി അടുത്ത ബന്ധം പുലർത്തുകയും വലിയ പദ്ധതികൾ പങ്കാളിയാവുകയും ചെയ്തത് എങ്ങനെയാണെന്ന ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. ഇത്തരം വിഷയങ്ങളിൽ സുതാര്യത ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും പൊതുജനങ്ങൾക്ക് വിവരം ലഭ്യമാക്കണമെന്നും ആവശ്യമുയരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച അന്വേഷണം കൂടുതൽ ശക്തമായാൽ കൂടുതൽ വിവരങ്ങളും പുറത്തു വരാനും സാധ്യതയുണ്ട്. അതേസമയം ഈ വിഷയത്തിൽ ജയറാം നൽകിയ പ്രതികരണം ആരോപണ വിധേയനായ വ്യക്തിയുമായി തനിക്ക് ഔദ്യോഗികമായ ഒരു ബന്ധവുമില്ലെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണെന്നാണ് വിലയിരുത്തുന്നത്. ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തതിന് നടനെ പോലുള്ള വ്യക്തികളെ വിമർശിക്കുന്നത് ശരിയല്ലെന്നും അവർക്ക് അതിന്റെ പിന്നിലെ കാര്യങ്ങളെല്ലാം അറിയാമെന്നില്ലെന്നും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ വാദിക്കുന്നു. എന്നാൽ ഒരു പൊതുവ്യക്തി എന്ന നിലയിൽ ഇത്തരം ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്നും വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭൂമി ഇടപാടുകൾ, ബ്ലേഡ് ബിസിനസ് എന്നിവയെ സംബന്ധിച്ച് പുറത്തുവരുന്ന വിവരങ്ങൾ സമൂഹത്തിൽ വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. പണം നൽകിയ ഭൂമി കൈക്കലാക്കുന്ന ഇത്തരം രീതികൾ വ്യാപകമാണോ എന്നും ഇതിന് മറ്റ് ഉദ്യോഗസ്ഥരുടെയും വ്യക്തികളുടെയും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട്. ഈ വിവാദങ്ങൾ ശബരിമലയുടെയും ദേവസ്വം ബോർഡിന്റെയും വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ വളരുന്നത്. ഭക്തർ നൽകുന്ന പണം എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്നും പദ്ധതികൾക്ക് ആരെയാണ് തിരഞ്ഞെടുക്കുന്നതുമെന്നുമുള്ള കാര്യങ്ങൾ കൂടുതൽ സുതാര്യത ആവശ്യമാണെന്ന് പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നതോടെ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരാനുള്ള സാധ്യതയുമുണ്ട്. ഈ റിപ്പോർട്ട് പ്രകാരം കോടികളുടെ ഭൂമി ഇടപാടുകൾ നടത്തിയതിന് പിന്നിൽ വലിയ ശൃംഖലകൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നും മറ്റ് രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരും ഇതിൽ പങ്കുണ്ടോ എന്നും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. സമൂഹത്തിൽ ഉയർന്ന വ്യക്തിബന്ധങ്ങൾ ഉള്ളവർക്ക് ഇത്തരം ഇടപാടുകൾ എളുപ്പത്തിൽ നടത്താൻ സാധിക്കുമെന്ന ആശങ്കയും ഈ സംഭവം ഉയർത്തുന്നു.
ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലഭിച്ച സ്വാധീനം എങ്ങനെയാണ് അദ്ദേഹം ഉപയോഗിച്ചതെന്നും അത് എത്രത്തോളം വ്യാവസായികവും രാഷ്ട്രീയവുമായ ബന്ധങ്ങളിലേക്ക് നീട്ടിക്കൊണ്ടു പോയെന്നും അറിയേണ്ടതുണ്ട്. ജയറാമിനെ പോലുള്ള പ്രമുഖർക്ക് ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് നേരിടേണ്ടി വരുന്ന വിമർശനങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഈ വിവാദങ്ങളുടെ മൂലകാരണങ്ങൾ കണ്ടെത്തി പരിഹരിക്കേണ്ടതും അത്യാവശ്യമാണ്. ശബരിമലയെ പോലുള്ള ഒരു പുണ്യസ്ഥലവുമായി ബന്ധപ്പെട്ട പദ്ധതികളിൽ സുതാര്യതയും സത്യസന്ധതയും ഉറപ്പാക്കേണ്ടത് പൊതുസമൂഹത്തിന്റെ കൂടി ആവശ്യമാണ്. ഈ വിവാദങ്ങളുടെ തുടർച്ചയായി കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതിനനുസരിച്ച് അത് കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നതും ഉറപ്പാണ്.